ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ ലാനിന പ്രവചിക്കപ്പെടാൻ വേണ്ട മാനദണ്ഡങ്ങൾ 2024 പൂർത്തിയാകില്ലെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണമെന്ന് മെറ്റ്ബീറ്റ് സ്ഥാപകൻ വെതർമാൻ കേരളയും. നിനോ ഇൻഡെക്സ് ന്യൂട്രലിൽ തുടരുകയാണ്. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്തെ സമുദ്രോപരിതല താപനില വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വിവിധ ഏജൻസികൾ ലാനിന പ്രവചിക്കുന്നത്. ലാനിന 9 മുതൽ 12 വരെ മാസം തുടർന്നേക്കുമെന്നാണ് നിഗമനം. 2024 കാലവർഷം അവസാനിക്കും മുൻപ് ലാനിന പ്രവചിക്കപ്പെട്ടിരുന്നു. US അന്തരീക്ഷ സമുദ്ര ഏജൻസിയുടെ പ്രവചനപ്രകാരം 2024 മെയ്യിൽ തന്നെ ലാനിന പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആസ്ട്രേലിയൻ കാലാവസ്ഥാ ഏജൻസിയായ BOM ആഗസ്റ്റിലാണ് ലാനിന പ്രവചിച്ചിരുന്നത്. നിലവിൽ തുലാവർഷവും ലാനിനയുടെ സ്വാധീനമില്ലാതെ അവസാനിക്കാനാണ് സാധ്യത. ശീതകാല മഴക്കാലം തുടങ്ങുന്ന ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാകും ലാനിന ഉണ്ടാകുക. ഈ സമയം ഏതാനും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനവും ഉണ്ടാകും. മാർച്ച് മുതൽ വേനൽമഴയുടെ സീസണാണ്. ഈ സമയം ലാനിന വേനൽമഴ കൂട്ടുമെന്ന് വെതർമാൻ പറയുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്തെ സമുദ്രോപരിതല താപനില 0 മുതൽ -4 ഡിഗ്രി വരെ താഴുമ്പോഴാണ് ലാനിന പ്രവചിക്കപ്പെടുന്നത്. വർഷാവസാനം ലാനിന വരുന്നത് പതിവുള്ളതല്ല. 2005ലും 2006ലും വർഷാവസാനം ലാനിന വന്നിരുന്നു. ലാനിന വരുമ്പോൾ ശീതകാല മഴയിൽ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1950 മുതലുള്ള കണക്കു പരിശോധിച്ചാൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ലാനിന ഉണ്ടായപ്പോഴെല്ലാം മഴ സാധാരണയേക്കാൾ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. 2022ൽ മാത്രമാണ് ഇതിന് മാറ്റമുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.